എന്നത് നമ്മളൊക്കെ ജാതി മത ഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. എന്നാൽ അതേ ഹോളി ആഘോഷം തന്നെയാണ് ഡൽഹിയിൽ ഒരു യുവാവിന്റെ ജീവൻ എടുത്തതും. കൊലപാതകത്തിൽ അറസ്റ്റിലായതാകട്ടെ പ്രായപൂർത്തിയാകാത്ത കുട്ടി ഉൾപ്പെടെ 5 പേരാണ്. തെക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലെ ഉത്തം നഗറിലെ JJ കോളനിയിൽ എല്ലാ വർഷത്തെയും പോലെ ഹോളി ആഘോഷം നടക്കുകയാണ്. അപ്പോഴായിരുന്നു 11 വയസ്സുകാരിയായ കൊച്ചു പെൺകുട്ടി നിറം ചേർത്ത വെള്ളം നിറച്ച ഒരു ബലൂൺ വീടിന് മുകളിൽ നിന്നും താഴേക്കെറിഞ്ഞത്. എന്നാൽ ആ ബലൂൺ ചെന്ന് വീണത് അതുവഴി പോയിരുന്ന മറ്റൊരു സ്ത്രീയുടെ ദേഹത്തായിരുന്നു. അതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. ബലൂൺ ദേഹത്ത് വീണ സ്ത്രീയും എറിഞ്ഞ പെൺകുട്ടിയും വ്യത്യസ്ത സമുദായക്കാരായതാണ് പ്രശ്നമുണ്ടാകാനുള്ള പ്രധാന കാരണം. വൈകാതെ തന്നെ അതൊരു വലിയ തർക്കമായി മാറുകയും ഇരു കുടുംബാംഗങ്ങളും തമ്മിൽ വലിയ ഏറ്റുമുട്ടലിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തു. സംഭവത്തെപ്പറ്റി ഇരുവരുടെയും അയൽവാസികൾ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ये अकेला ही बहुत पे भारी है, लेकिन इसको कई लोगों ने मिलकर मारा है और उन्होंने पहले से ही ऐसा रच रखा था कि ये इतने बजे आएगा और ऐसा काम हमें करना है। तो ऐसे इसको अकेले को पकड़ के और कई सारे लोग आ गए एक साथ। इसके साथ ये अकेला था, इसलिए उन्होंने पहले सोच रखा था, क्योंकि ये एक पहलवान था हमारे घर में। हमारे घर में एक यही पहलवान था, हम तो कमजोर है। कोई रंजिश नहीं थी। पिछले काफी समय पहले एक छोटा झगड़ा हुआ था, लेकिन वो रंजिश हम तो भूल चुके थे, लेकिन शायद इनको याद हो तो इन्होंने शायद इस चीज का फायदा उठाया, अकेले को घेर लिया। और हमें इंसाफ चाहिए जी, हमें पूरा इंसाफ चाहिए। हमारा बच्चा चला गया है तो उनका भी कोई जाना चाहिए, सीधी बात ये है सर। हमें इंसाफ चाहिए, पूरा कानून से पूरा इंसाफ चाहिए हमें। ആദ്യം തർക്കമുണ്ടായപ്പോൾ തന്നെ ബലൂൺ എറിഞ്ഞിരുന്ന പെൺകുട്ടിയുടെ കുടുംബം മാപ്പ് പറഞ്ഞ് പ്രശ്നം പരിഹരിച്ചതാണ്. എന്നാൽ പ്രശ്നങ്ങൾ അതിലും രൂക്ഷമാകുന്നത് പിന്നീടായിരുന്നു. സംഭവത്തിൽ പ്രകോപിതരായ യുവതിയുടെ കുടുംബം അത്ര പെട്ടെന്നൊന്നും പ്രശ്നം ഒതുക്കി തീർക്കാൻ ഒരുക്കമായിരുന്നില്ല. 11 വയസ്സുകാരിയുടെ കുടുംബത്തിനെതിരെ ഏത് രീതിയിലും പ്രതികാരം വീട്ടണമെന്ന് അവർ കരുതിയിരുന്നപ്പോഴായിരുന്നു ഇതൊന്നും അറിയാതെ ആ 11 വയസ്സുകാരിയുടെ കുടുംബത്തിൽ ഒരാളായ 26-കാരനായ തരുൺ കുമാർ അതുവഴി കടന്നു വരുന്നത്. സുഹൃത്തുക്കളോടൊപ്പം ഹോളി ആഘോഷിച്ച ശേഷം മോട്ടോർ സൈക്കിളിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അയാൾ. വഴിയിൽ വെച്ച് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് കുമാറിനെ തടഞ്ഞു നിർത്തി വടിയും കല്ലും ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിച്ചു. ആക്രമണത്തിൽ ആഴത്തിൽ പരിക്കേറ്റ തരുൺ കുമാർ ചികിത്സയ്ക്കിടെ വ്യാഴാഴ്ച രാവിലെ മരിച്ചു. उसमें 2 परिवारों के बीच में एक लड़ाई हुई थी, जिसके चलते दोनों परिवारों की जो लड़ाई थी उसमें चोट लगी है और यही इंसिडेंस रहा है। उसमें एक व्यक्ति की आज मृत्यु हो गई है। क्या घटना किस बात को लेकर? अड़ोसी पड़ोसी हैं तो कुछ घरेलू मामलों को लेकर लड़ाई हुई थी इनकी। होली का दिन था तो गुब्बारा किसी ने फेंका होगा तो उसमें लड़ाई हुई है इनकी जी। कितने लोग इसमें हिरासत में जितने लोगों का कल नाम आया था हमारे पास कंप्लेंट में, सब सारे लोग हिरासत में हैं और अभी भी हमारी कार्रवाई चल रही है। इसमें केस इसमें दर्ज हो चुका है। തരുൺ കുമാറിനെ ആക്രമിച്ച പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടി ഉൾപ്പെടെ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവം ഒരു വർഗീയ സംഘർഷത്തിലേക്ക് കൂടി നീങ്ങുന്നതിനാൽ പരിസരത്ത് കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. തരുൺ കുമാറിന് സംഭവത്തെക്കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും അവർ അവനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നുമാണ് കുമാറിന്റെ അമ്മാവൻ വ്യക്തമാക്കിയത്. मैं वो ऊपर से हमारी एक बच्ची थी 11 साल की, उसने अपने ताऊ के ऊपर गुब्बारा फेंका ऊपर से 3rd फ्लोर से, नीचे गिरते वो फट गया, 2-4 छींटे गिरे सायरा उर्फ के काली के ऊपर। काली गालियां देने लग गई। मैंने उसे ये कहा, काली कोई बात नहीं बेटा, हम इसी कॉलोनी के रहने वाले हैं। उसे समझाया, उसे समझाने लग गया। इतनी देर में कोई आया, मेरे हाथ में रोड मारी। मेरा भतीजा रमेश है, उसके सर में रोड मारी, उसके हाथ में रोड मारी, मेरा भतीजा ममराज के मारी। फिर भी हमने बर्दाश्त करके अपने अपने घरों में घुस गए। बात खत्म हो गई? हाँ, बात खत्म नहीं हो गई, वो लोग नहीं गए थे, हम भी घुस गए थे। हमारे बच्चों ने अंदर कर लिया हमें कि रहने दो। फिर उन्होंने पथराव किया। उसके बाद में है ना
हमारा ये बच्चा आ रहा था तरुण बुलेट पे, इसको इकल्ले को घेर के मारा इन्होंने 8-10 लोगों ने। और जब ये बिल्कुल गिर गया उसके बाद सिल्ली मारी है छाती पे, रोड डंडों से धड़ा धड़ धड़ा धड़। वो लोग कितने थे जो 8-10 लोग थे वो, और उनकी फैमिली दुनिया भर की थी। वैसे तो लेडीज है वेडीज है, वो मारने वाले 8-10 लोग थे। दोबारा से बस यही वजह थी, वो भी बता देंगे आपको, यही वजह थी और कोई वजह नहीं है। क्या कोई पुरानी रंजिश वगैरह किसी तरह की? वो हमारा एक दामाद थे 20 साल पहले, उनको मारा था इन्होंने ही पीटा था। वो इनके बड़े बूझे का आके हाथ जोड़ने लगे थे। ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന കുമാർ സുഹൃത്തുക്കളോടൊപ്പം ഹോളി ആഘോഷിച്ച ശേഷം മോട്ടോർ സൈക്കിളിൽ വീട്ടിലേക്ക് മടങ്ങവെയായിരുന്നു ഈ ആക്രമണമുണ്ടായത്. ഒരു തെറ്റും ചെയ്യാതെ തന്നെ ആക്രമിക്കുന്നത് എന്തിനെന്ന് പോലും അറിയാതെ തന്റെ മകൻ മരണപ്പെട്ടതിന്റെ ദുഃഖത്തിലാണ് തരുൺ കുമാറിന്റെ പിതാവ്. छोटा बच्चे ने कोई गुब्बारा फेंका था जी, वो लेडीज एक जा रही थी तो उसके मतलब गुब्बारा नीचे फूटा और उसके छींटे लग गए। उसके उस बात पे उन्होंने मतलब हल्ला मचाना स्टार्ट कर दिया। तो हम मेरे भाई ने छोटे ने और मेरा चाचा लगता है, उन्होंने वो कहा कि जो कोई बात नहीं, तू हमारी बेटी समान है, गलती हो गई कोई नहीं, पहले लग गया छींटा तो अब कोई जा। लेकिन उसने हो गया था। झगड़ा खत्म नहीं, उसने लेडीज ने बढ़ा दिया सर। रात में उससे अकेले को मारा इन्होंने सारों ने मिलके। वो हम तो सब घर के अंदर थे। उसके बाद में वो कहीं मतलब कहीं या दोस्तों के साथ होली खेल के आ रहा था रात को 11 बजे। उसको पता नहीं था कि घर पे झगड़ा हो गया, तो गली के बाहर ये इंतजार कर रहे थे। पता नहीं हमें तो क्या कर रहे, लेकिन वो उन्होंने सबने मिलके 8-10 जने होंगे कम से कम, इन्होंने लोहे की रोड और डंडों से मारा जी उसको, बच्चे को उसकी छाती के ऊपर। फिर वो फेंक दी एक क्या काम करता था बेटा? वो डिजाइनर इंटीरियर का काम करता था जी। वो 26 साल की थी, उसकी कोर्स सीख रहा था वो। तरुण कुमार है उसका नाम। उसको अकेले में घेर लिया। എല്ലാ ഉത്സവങ്ങളും ജാതി മതഭേദമന്യേ ആഘോഷിക്കുക എന്നതിനപ്പുറം അതിലേക്ക് മതം വലിച്ചിഴക്കപ്പെട്ടാൽ ഇത്തരത്തിൽ പല കൊലപാതകങ്ങളും ഇനിയും ഉണ്ടായേക്കാം. ഒരു 11-കാരി അറിയാതെ സംഭവിച്ചു പോയ ഒരു തെറ്റിന് പകരമായി നൽകേണ്ടി വന്നത് ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ തന്നെയാണ്. ഇനിയെങ്കിലും ഇത്തരം വർഗീയ കൊലപാതകങ്ങൾ ആവർത്തിക്കാതിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.